കോഴിക്കോട് ഭർത്താവ് കൊലപ്പെടുത്താൻ ശ്രമിച്ച സ്ത്രീക്ക് പുതുജീവനേകി പോലീസ്. ഈ സംഭവം ഇങ്ങനെയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ എത്തുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കീഴടങ്ങുന്നു. പോലീസ് ഉടൻ ആ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. പരിശോധിച്ചപ്പോൾ ഭാര്യയ്ക്ക് ജീവനുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു. ഉടനെ തന്നെ ഈ സ്ത്രീയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ജീവൻ രക്ഷിച്ചു. വെള്ളയിൽ സ്വദേശി സക്കീറിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് പോലീസ്. VS രഞ്ജിത്തിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. രഞ്ജിത്തെ, എന്തിനാണ് ഈ സക്കീർ എന്ന് പറയുന്ന വ്യക്തി ഈ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചത്? ഇയാൾ കൊന്നുവെന്ന് തന്നെ കരുതിയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം സമ്മതിക്കുന്നത്. ഭാഗ്യത്തിനാണ് ജീവൻ രക്ഷപ്പെടുന്നത്. ഈ ഭാര്യയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് രഞ്ജിത്ത്? വധശ്രമത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കൊലപാതകം നടന്നു, ഞാൻ ഭാര്യയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാണ് സക്കീർ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്. ആദ്യം സക്കീറിന്റെ വാക്കുകൾ പോലീസ് വിശ്വസിച്ചില്ല. പിന്നീട് സക്കീറിനെ സ്റ്റേഷനിലിരുത്തി 2 പോലീസുകാർ സക്കീറിന്റെ വീട്ടിൽ പോയി പരിശോധിച്ചപ്പോഴാണ് ഭാര്യയെ ബോധരഹിതയായി കാണപ്പെടുന്നത്. പക്ഷേ പരിശോധിച്ചപ്പോൾ ജീവനുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ അയൽവാസികളും ബന്ധുക്കളും പോലീസും ചേർന്ന് സക്കീറിന്റെ ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ പരിശോധിച്ച് ജീവൻ രക്ഷപ്പെടുത്തുകയായിരുന്നു. സക്കീർ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. കഴുത്ത് ഞെരിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ഭാര്യ ബോധരഹിതയായി വീണപ്പോൾ സക്കീർ കരുതിയത് മരിച്ചു എന്നാണ്. അങ്ങനെയാണ് സക്കീർ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയത്. പോലീസിന്റെ വളരെ സംയോജിതമായ ഇടപെടൽ എന്ന് പറയട്ടെ, അവർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുകയായിരുന്നു. ചെറിയൊരു കുടുംബ പ്രശ്നത്തിനാണ് സക്കീർ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. സക്കീറിന്റെ പേരിൽ മറ്റ് ക്രിമിനൽ കുറ്റങ്ങളൊന്നുമില്ല. നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയുമല്ല. കുടുംബത്തുണ്ടായിട്ടുള്ള മക്കളുമൊക്കെ ആയിട്ടുള്ള ചെറിയ പ്രശ്നമാണ് ഈ ഭാര്യയുടെ കൊലപാതക ശ്രമത്തിലേക്ക് എത്തിച്ചത്. സക്കീറിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ഇപ്പോൾ റിമാൻഡിലാണ്. ഭാര്യ സുഖം പ്രാപിച്ചു വരും. ശരി രഞ്ജിത്ത്, ചെറിയ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് കൊല്ലാനുള്ള ശ്രമം. കൊന്നു എന്ന് വിചാരിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് ഭാര്യയുടെ ജീവൻ രക്ഷപ്പെടുകയായിരുന്നു.